السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. قال الله سبحانه وتعالى في قرآنه المجيد: يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. وقال نبينا محمد صلى الله عليه وسلم: إن ربكم واحد ألا لا فضل لعربي على عجمي وعلى عجمي على عربي إلى آخر الحديث. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ സൽക്കർമ്മമായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമായ ഈ ദിവസത്തിൻ്റെ ഹഖ് ജാഹ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും എല്ലാവിധ വിജയവും പ്രദാനം ചെയ്യട്ടെ. എല്ലാ പ്രയാസങ്ങളിലും അല്ലാഹു നമ്മയും ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കട്ടെ. രോഗികളായി കഴിഞ്ഞുകൂടുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു പരിപൂർണ ആഫിയത്തും ആരോഗ്യവും സലാമത്തും പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മയും അല്ലാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മഹാന്മാരോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ 23 വർഷക്കാലത്തെ പവിത്രമായ നുബുവത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ലോകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നിരുന്ന സമൂഹം ഇരുണ്ട യുഗമായിരുന്നു, സംസ്കാരമില്ലാത്ത ഒരു സമൂഹമായിരുന്നു. എല്ലാ അധർമ്മങ്ങളും എല്ലാ അരാജകത്വങ്ങളും ധാരാളമായി നിലനിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു അന്നത്തെ 6-ാം നൂറ്റാണ്ട്. ആ ഒരു സമൂഹത്തിലേക്കാണ് വിശുദ്ധ ദീനിൻ്റെ സുന്ദരമായ വെളിച്ചവുമായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിക്കപ്പെട്ടത്. തൻ്റെ 40-ാമത്തെ വയസ്സിൽ വിശുദ്ധമായ പ്രവാചകത്വം ലഭിച്ച് 63-ാമത്തെ വയസ്സിൽ ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പായി ആ പരിഷ്കൃതരല്ലാത്ത അപരിഷ്കൃതരായ ആ സമൂഹങ്ങളെ മുഴുവനും പരിഷ്കാരികളാക്കി മാറ്റുവാനും സംസ്കാര സമ്പന്നരാക്കി മാറ്റുവാനും ലോകത്തുള്ള എല്ലാ ആളുകൾക്കും പിന്തുടരാൻ പറ്റുന്ന മാതൃകാ യോഗ്യന്മാരാക്കി മാറ്റുവാനും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിച്ചു. അസ്ഹാബി കന്നുജൂം എന്നാണ് നബി തങ്ങൾ തൻ്റെ സ്വഹാബികളെക്കുറിച്ച് പറഞ്ഞത്. എൻ്റെ അനുചരന്മാർ, എൻ്റെ സ്വഹാബത്ത്, അവർ നക്ഷത്രതുല്യരാണ്. അവരിൽ നിങ്ങൾ ആരെ പിന്തുടർന്നാലും നിങ്ങൾക്ക് നേരിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി. നബി തങ്ങൾ കടന്നു വന്നപ്പോൾ അവിടെയുണ്ടായിരുന്ന സമൂഹങ്ങൾ മുഴുവനും കുലമഹിമയുടെ പേരിൽ, ഗോത്ര മഹിമയുടെ പേരിൽ പരസ്പരം തർക്കത്തിലേർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു. ഓരോ ഗോത്രങ്ങളും ഓരോ കുടുംബക്കാരും ഓരോ കബീലകളും തങ്ങളുടെ കുടുംബത്തിൻ്റെയും കബീലയുടെയും മഹത്വം പറഞ്ഞ് പരസ്പരം വർഷങ്ങളോളം പോരടിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു. ആ സമൂഹത്തെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മാലയിലെ മുത്തുമണികളെപ്പോലെ, ഒറ്റ ശരീരം പോലെ മഹാനായ നബി തങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു.
നബി തങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള സാമൂഹിക പരിവർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരിവർത്തനമായിരുന്നു അത്. ഒരു നിലക്കും മാനസികമായി അടുക്കാത്ത സമൂഹങ്ങളെ മുഴുവനും ഒരു ഉമ്മ വെച്ച മക്കളെപ്പോലെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടുകൂടെ വസിക്കുന്നവരാക്കി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നത് തന്നെ വലിയ ഒരു മാറ്റമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാനാ. ശുദ്ധമായ ഖുർആൻ മുഅ്മിനീങ്ങളായ ആളുകളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയൊരു നിഅമത്ത്, ഒരു അനുഗ്രഹം, അത് നിങ്ങൾ ഓർക്കണം. നിങ്ങളൊക്കെ പരസ്പരം ശത്രുക്കളായിരുന്നു, കണ്ടാൽ കടിച്ചു കീറാൻ ആഗ്രഹിക്കുന്നവർ. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, അങ്ങനെയുള്ള നിങ്ങളെ വളരെ വാത്സല്യമുള്ളവരാക്കി, ഇണക്കമുള്ളവരാക്കി, ഒരുമയുള്ളവരാക്കി മാറ്റി. ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാനാ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ അനുഗ്രഹം കൊണ്ട് നിങ്ങളൊക്കെ പരസ്പരം സഹോദരങ്ങളായി മാറിയ ആ ഒരു അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ അവരുടെ കഴിഞ്ഞുപോയ ഹിസ്റ്ററിയെ അവരെ ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ് വിശുദ്ധമായ ഖുർആനിലൂടെ. ആ മഹാനായ നബി തങ്ങൾ വരുത്തി വച്ചിട്ടുള്ള സാമൂഹിക പരിവർത്തനങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. എന്നിട്ട് മഹാനായ നബി തങ്ങൾ അവരോട് പറഞ്ഞു, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ യശുദ്ദു ബഅ്ളുഹു ബഅ്ളാ. ഓരോ മുഅ്മിനും തൻ്റെ മറ്റൊരു മുഅ്മിനായ മനുഷ്യനോട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു കെട്ടിടം പോലെയാണ്. യശുദ്ദു ബഅ്ളുഹു ബഅ്ളാ, ആ കെട്ടിടത്തിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ ഓരോ ഭാഗങ്ങളും മറ്റൊന്നിന് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എന്നതുപോലെയാണ് മുഅ്മിന് എന്ന് മഹാനായ റസൂലുള്ളാഹി. ഒരു സമൂഹം അത് ഭദ്രതയോടുകൂടെ കെട്ടുറപ്പോടുകൂടെ നിലനിൽക്കണമെങ്കിൽ ആ സമൂഹത്തിലെ ഓരോ വ്യക്തികളും തൻ്റെ കൂടെയുള്ളവനോട് തൻ്റെ കൂടപ്പിറപ്പായി കണ്ട് സഹവർത്തിത്വത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ പെരുമാറുമ്പോൾ മാത്രമാണ് ഓരോ സമൂഹവും ഭദ്രമായി നിലനിൽക്കുക. ഈ സാമൂഹികമായിട്ടുള്ള മനുഷ്യരുടെ ഇണക്കങ്ങൾക്ക് വിഘ്നം വരുന്ന, തടസ്സം വരുന്ന സർവ്വ ഗുണങ്ങളെയും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എതിർത്തിട്ടുണ്ട്. നബി തങ്ങൾ മാറ്റിയെടുത്തിട്ടുണ്ട്. സഹാബികളോട് പറഞ്ഞിട്ടുണ്ട്, ലാ തഹാസദു, നിങ്ങൾ അങ്ങും ഇങ്ങും പരസ്പരം അസൂയാലുക്കളായിട്ട് മാറാൻ പാടില്ല. ഒരാൾക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹമോ നിഅമത്തോ പുരോഗതിയോ വിജയമോ സന്തോഷമോ ഉണ്ടാകുമ്പോൾ അതിൽ നിങ്ങൾ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. ലാ തഹാസദു, അവന്റെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോവണമെന്ന ദുഷിച്ച ചിന്താഗതി നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല. വലാ തനാജസു, ആവശ്യമില്ലാതെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാൻ വിലവർദ്ധനവ് നിങ്ങൾ നടത്താൻ പാടില്ല. ആരെങ്കിലും എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇവനത് വാങ്ങാമെന്ന ഉദ്ദേശമില്ലാതെ അനാവശ്യമായി അത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കാശ് കൂട്ടി പറയാൻ പാടില്ല. വലാ തനാജസു, അപ്രകാരം വലാ തബാഗളു, നിങ്ങൾ പരസ്പരം ദേഷ്യം വെക്കരുത്, കോപം വെക്കരുത്. വലാ തദാബറു, അങ്ങും ഇങ്ങും പിണങ്ങി നടക്കാൻ പാടില്ല. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ മുസ്ലിമാണ് എന്ന ചിന്തയില്ലാതെ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ നിങ്ങൾ പിണങ്ങി നടക്കാൻ പാടില്ല. വലാ യബിഅ ബഅ്ളുകും അലാ ബൈഇ ബഅ്ൾ, ഒരാൾ കച്ചവടം ചെയ്ത് ഉറപ്പിച്ച സംഗതിയെ ഞാൻ ഇതിനേക്കാൾ മികച്ചത്, ഇതിനേക്കാൾ കുറഞ്ഞ റേറ്റിന് ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇടങ്കോലിട്ടുകൊണ്ട് ആ കച്ചവടത്തെ നിങ്ങൾ നശിപ്പിക്കുന്ന പ്രവണതകൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല. വകൂനു ഇബാദല്ലാഹി ഇഖ്വാനാ, നിങ്ങളെപ്പോഴും ഏകോദര സഹോദരന്മാരെ പോലെ എല്ലാവർക്കും നന്മയുണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. ഒരാളും ഒരാളെയും ആക്രമിക്കാനോ ഒരാളെയും നിന്ദ്യമാക്കാനോ നിസ്സാരമാക്കാനോ നിങ്ങൾ ശ്രമിക്കാൻ പാടില്ല. അതാണ് തഖ്വ, അതാണ് ദൈവഭയം,
അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവൻ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവൻ്റെ സ്വഭാവ രീതികൾ അങ്ങനെയായിരിക്കും. തൻ്റെ സുഹൃത്തുക്കളോട്, തൻ്റെ കൂടപ്പിറപ്പുകളോട്, തൻ്റെ കൂടെ ജീവിക്കുന്നവരോട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവനല്ല, അവർക്കൊക്കെ ആശ്വാസവും സമാധാനവും ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം എന്നും അങ്ങനെയുള്ളവനാണ് മുത്തഖി എന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ സമൂഹം ഭദ്രതയോടുകൂടെ നിലനിൽക്കാൻ ആവശ്യമാകുന്ന ഗുണവിശേഷങ്ങളെയാണ് മഹാനായ നബി തങ്ങൾ ഇതിലൂടെ പകർന്നു നൽകുന്നത്. മഹാനായ നബി തങ്ങൾ വീണ്ടും പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ തൻ്റെ മുസ്ലിമായ ഒരു സഹോദരനെ പരിഹസിച്ചാൽ, നിസ്സാരമാക്കിയാൽ അത് വലിയ ഒരു തെറ്റായിട്ട് പരിഗണിക്കപ്പെടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ നബി തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ അന്ന്, നബിയുടെ വിടവാങ്ങൽ ഹജ്ജിന്റെ സമയം, തൻ്റെ മുമ്പിൽ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് സ്വഹാബാ കിറാമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായ നബിയുടെ പ്രഭാഷണം, ആ പ്രഭാഷണത്തിൽ മഹാനായ നബി തങ്ങൾ ഊന്നിപ്പറഞ്ഞതും മാനവിക മൂല്യങ്ങളുടെ മഹത്വങ്ങളെക്കുറിച്ചാണ്, മനുഷ്യബന്ധങ്ങളുടെ പവിത്രതകളെക്കുറിച്ചാണ്. അത് കളങ്കപ്പെടുത്താതിരിക്കുവാൻ വേണ്ട നിർദ്ദേശങ്ങളാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ആ പ്രഭാഷണത്തിലൂടെ പറഞ്ഞത്. യാ അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും വാഹിദ്, ഓ ജനങ്ങളെ, നിങ്ങളെ എല്ലാവരെയും പടച്ച തമ്പുരാൻ അവൻ ഒരുവനാണ്. ലാ ഫളല ലിഅറബിയ്യിൻ അലാ അജമി, ഒരു അറബിക്ക് അനറബിയേക്കാളോ ഒരു അനറബിക്ക് അറബിയേക്കാളോ മഹത്വമില്ല. വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ മഹത്വമില്ല. ഇല്ലാ ബിത്തഖ്വ, മഹത്വത്തിന്റെ അടിസ്ഥാനം, ഉയർച്ചയുടെ അടിസ്ഥാനം അത് നിങ്ങളുടെ മനോമുഖരങ്ങളിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗനിയന്താവാകുന്ന അള്ളാഹുവിനോടുള്ള നിങ്ങളുടെ വിശ്വാസത്തിന്റെ കരുത്തനുസരിച്ചു കൊണ്ടാണ് നിങ്ങളുടെ മഹത്വവും നിങ്ങളുടെ ശ്രേഷ്ഠതയും നിലകൊള്ളുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് മഹാനായ നബി തങ്ങളുടെ ഈ ചരിത്ര പ്രഖ്യാപനം എന്ന് നാം ഓർക്കണം. ഇന്ന് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന ലോകത്ത് മനുഷ്യരെ വർഗങ്ങളായി, ജാതികളായി, ഉപജാതികളായി തിരിച്ചുകൊണ്ട് ഐക്യം കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പഴയ സ്വഭാവ രീതികൾ വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നാം ഓർക്കണം. ജാതിക്കാരൻ കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് ദാഹമകറ്റാൻ താഴ്ന്ന ജാതിക്കാരനായ പാവം പോയി വെള്ളം കുടിച്ചാൽ നിഷ്ഠൂരമായി തല്ലിക്കൊല്ലുന്ന മനുഷ്യരായി ഇന്നത്തെ സമൂഹം മാറിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനം എത്രത്തോളം മഹിതമാണ്, എത്രത്തോളം കാലികമാണ് എന്ന് നാം ആലോചിക്കേണ്ടതാണ്. നബിയുടെ ഓരോ വാക്കുകളും, ഓരോ കൽപ്പനകളും, ഓരോ പ്രവൃത്തികളും സർവ്വലോകത്തും സർവ്വകാലത്തും എപ്പോഴും അപ്ലിക്കബിളാണ്, എപ്പോഴും നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, എല്ലാവർക്കും സ്വീകാര്യമായ കാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉന്നത ജാതിക്കാരൻ നടന്നു പോകുന്ന വഴിയിലൂടെ താഴ്ന്ന ജാതിക്കാരൻ നടന്നു പോവാൻ പറ്റാത്ത കാലഘട്ടം നമ്മുടെ ഈ നാടുകളിൽ ഉണ്ടായിരുന്നു. ആ അവസ്ഥക്കൊക്കെ മാറ്റം വന്നത് വിശുദ്ധമായ ഇസ്ലാം ഇങ്ങോട്ട് കടന്നു വന്നതാണ്. വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മഹാന്മാരായ സ്വഹാബത്ത് കടൽ കടന്ന് നമ്മുടെ നാടുകളിൽ എത്തിയപ്പോ അവരുടെ പെരുമാറ്റ രീതികൾ, അവരുടെ സ്വഭാവ രീതികൾ എല്ലാം കണ്ടുകൊണ്ട് ആകൃഷ്ടരായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന സമൂഹത്തിന്റെ അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹം എല്ലാവരും ഈ ആശയത്തെ ഉൾക്കൊള്ളാൻ അവർ വെമ്പൽ കൊള്ളുകയായിരുന്നു. കാരണം അവിടങ്ങളിൽ ഈ വിശുദ്ധമായ ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വരുമ്പോൾ ഏതൊരു താഴ്ന്ന ജാതിക്കാരനാണെങ്കിലും വിശുദ്ധമായ ഇസ്ലാമിന്റെ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ഇസ്ലാമിന്റെ തീരത്തേക്ക് വന്നാൽ പിന്നെ അവിടങ്ങളിൽ മാറ്റി നിർത്തപ്പെടലുകളില്ല. എല്ലാവരും ഒരുപോലെ വിശുദ്ധമായ പള്ളികളിൽ 5 നേരവും മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടാൻ
തോളോട് തോൾ ചേർന്നിരിക്കാൻ. എല്ലാവരും ഒരുപോലെയാണ്. പണമുള്ളവനും ഇല്ലാത്തവനും, കറുത്തവനും വെളുത്തവനും, വൈജാത്യങ്ങളില്ല, അപരവൽക്കരണങ്ങളില്ല. എല്ലാവരെയും ഒരുപോലെ ചേർത്ത് നിൽക്കുന്ന ഈ സ്വഭാവ രീതികൾ കണ്ടപ്പോ ഇത് വല്ലാത്തൊരാശയമാണ്. മനുഷ്യനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാശയം ഇത് മാത്രമാണെന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നതും നമ്മുടെ നാടിലേക്കൊക്കെ ഇസ്ലാം വ്യാപിച്ചതും ഈ വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള മഹിതമായ ആ സ്വഭാവ രീതികളിലൂടെയാണ്. അതിന് കോട്ടം വരാൻ പാടില്ല. എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നതാണ് ഇസ്ലാമിന്റെ സ്വഭാവം. ചേർന്ന് നിൽക്കാൻ 100 കാരണങ്ങൾ ഉണ്ടാകുമ്പോഴും അകന്നു നിൽക്കാൻ ചെറിയ ഒരു കാരണമുണ്ടാകുമ്പോൾ അതിൽ കടിച്ചു തൂങ്ങി നമ്മൾ അകന്നു നിൽക്കാൻ പാടില്ല. 100 കാരണങ്ങളുള്ളവർ യോജിച്ചു നിൽക്കാൻ, 100 കാരണങ്ങളുള്ളവർ അകന്നു നിൽക്കാൻ ഒറ്റ കാരണം കണ്ടെത്തി വർഷങ്ങളോളം അകന്നു നിന്ന് വിശുദ്ധമായ ഈ ദീനിന്റെ സംസ്കാരത്തിനും സംസ്കൃതിക്കും വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പകർന്നു തന്ന ആ പാഠങ്ങൾക്കും വിരുദ്ധമായി പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവൻ വിശുദ്ധ റസൂലിനെ അംഗീകരിക്കുന്നവനാണ്, ഉൾക്കൊള്ളുന്നവനാണ് എന്ന് പറയാൻ സാധിക്കുക? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള സാമൂഹികപരമായിട്ടുള്ള എല്ലാ അനീതികളെയും മാറ്റിമറിച്ച് പരിവർത്തനം നടത്തിയ മഹാനായ റസൂലുള്ളാഹി. കറുകറുത്ത ബിലാലിനെയും വെളുവെളുത്ത സൽമാനുൽ ഫാരിസിനെയും ഒപ്പമിരുത്തി ഒരേ തളികയിൽ നിന്ന് ഭക്ഷണം വാരിക്കൊടുത്തതാണ് മഹാനായ റസൂലുള്ളാഹി. മക്കം ഫതഹിന്റെ അന്ന് കഅബാലയത്തിന്റെ ഉള്ളിലേക്ക് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കാൻ കയറിയപ്പോ തന്റെ കൂടെ കൂട്ടിയത് കറുകറുത്ത ബിലാലിനെ ആയിരുന്നു. അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന് കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ കാപ്പിരിയായ ബിലാൽ, അടിമയായ ബിലാൽ റളിയല്ലാഹു അൻഹു അതിന്റെ മുകളിൽ കയറാൻ വേണ്ടി പറഞ്ഞപ്പോ മുകളിൽ കയറാൻ സാധിക്കുന്നില്ല. ആ സമയം മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളെയും മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും വിളിച്ച് ഒരു ചുമലിൽ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചുമലിൽ തന്റെ ഒരു കാലും മറ്റൊരു കാൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിലും ചവിട്ടിക്കൊണ്ടാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ മുകളിൽ കയറി വിശുദ്ധമായ ദീനിന്റെ സുന്ദരമായ ബാങ്കൊലി അവിടെ നടത്തിയത്. അതിലൂടെ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ലോകത്ത് നൽകുന്ന മെസ്സേജ് കറുത്തവനും വെളുത്തവനും ഉന്നജാതിക്കാരനും ഒന്നുമില്ല, എല്ലാവരും ദൈവഭയമാണ്. അള്ളാഹുവിനോടുള്ള, സൃഷ്ടാവായ റബ്ബിനോടുള്ള ഓരോ മനുഷ്യന്റെയും മനസ്സിന്റെ ഉള്ളിലുള്ള നീയത്താണ്, അടുപ്പമാണ് നിങ്ങളുടെ മഹത്വത്തിന് നിദാനമെന്ന് മഹാനായ റസൂലുള്ളാഹി ലോകത്തെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്കിടയിൽ അങ്ങനെയുള്ള ചിന്താഗതികൾ ഒരിക്കലും കടന്നു വരാൻ പാടില്ല. ഞാൻ വലിയവനാണ്, ഞാൻ പൈസക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ സാമൂഹികമായ അന്തസ്സും സ്റ്റാറ്റസും ഉള്ളവനാണ്, മറ്റുള്ളവരൊക്കെ എൻ്റെ താഴെയാണ് എന്ന ചിന്ത ഒരിക്കലും മുഅ്മിനായ മനുഷ്യനെ പിടികൂടാൻ പാടില്ല. നമ്മളെല്ലാവരോടും സ്നേഹത്തോടുകൂടെ പെരുമാറുന്നവരായിട്ട് മാറണം. അപ്പോഴാണ് വിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് തന്നിട്ടുള്ള ഈ വിശുദ്ധ ദീനിന്റെ യഥാർത്ഥ സ്വഭാവം നമ്മളിൽ ഉണ്ടാവുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന എല്ലാ മനുഷ്യവിരുദ്ധമായിട്ടുള്ള സ്വഭാവങ്ങളെയും പ്രവൃത്തികളെയും ആചാരങ്ങളെയും നബി തങ്ങൾ ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് പലിശ. ധാരാളമായി പൈസയുള്ളവൻ പാവപ്പെട്ടവർക്ക് കാശ് കടം കൊടുത്ത് അതിലൂടെ പലിശകളും പലിശയുടെ മേൽ പലിശയും വാങ്ങി വലിയ കോടീശ്വരന്മാരായി മാറുകയും പാവങ്ങളായി മാറുകയും ചെയ്യുന്ന വല്ലാത്ത സാമൂഹിക ദുരന്തത്തിൽപ്പെട്ട ഒരു സ്വഭാവമായിരുന്നു പലിശ സമ്പ്രദായം. വിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ ആ സമ്പ്രദായത്തെ നഖശിഖാന്തം എതിർക്കുകയും അതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. അലാ കുല്ലു ശൈഇൻ മിൻ അംരിൽ ജാഹിലിയ്യത്തി തഹ്ത ഖദമൈ. ജാഹിലിയ കാലത്തുണ്ടായിരുന്ന എല്ലാ അസാംസ്കാരിക പ്രവണതകളും പ്രവർത്തികളും ചിന്താഗതികളും ഞാൻ ഇതാ എൻ്റെ കാൽച്ചുവട്ടിൽ ചവിട്ടി മതിക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കാൻ. എന്നിട്ട് പറയുന്നുണ്ട്, വരിബൽ ജാഹിലിയ്യത്തി മൗളൂ. ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന
പലിശ സമ്പ്രദായത്തെ ഞാനിതാ തേച്ച് മായ്ച്ചു കളയാൻ. ആദ്യമായി ഞാൻ മായ്ച്ചു കളയാൻ പോകുന്നത് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്തിരുന്നു. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് പലിശ കൊടുക്കാനുള്ളവർ ഇനി കൊടുക്കേണ്ടതില്ല. എല്ലാം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി. സമൂഹത്തിന്റെ ഉയർച്ചക്ക് വിരുദ്ധമാകുന്ന, പാവങ്ങളെ വീണ്ടും ചൂഷണം ചെയ്യുന്ന ഇങ്ങനെയുള്ള എല്ലാ പ്രവണതകളെയും മഹാനായ നബി തങ്ങൾ എതിർത്തു. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകില റിബാ വമൂകിലഹു വകാതിബഹു വശാഹിദി. പലിശ തിന്നുന്നവൻ, അത് തീറ്റിപ്പിക്കുന്നവൻ, അതിനുവേണ്ടി എഴുത്തുകുത്തുകൾ നടത്തുന്നവൻ, അതിനുവേണ്ടി സാക്ഷി നിൽക്കുന്നവൻ, എല്ലാവരെയും ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ നബി തങ്ങൾ ആക്ഷേപിച്ചിട്ടുണ്ട്. നബിയുടെ ശാപത്തിന് വിധേയമായവരാണ്. അവർക്ക് നാളെ മഹ്ശറയിൽ വലിയ കുറ്റങ്ങളും ശിക്ഷകളും അവരെ കാത്തിരിക്കുന്നുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി. അപ്രകാരം അന്ന് നിലനിന്നിരുന്ന സാമൂഹിക സുസ്ഥിതിക്ക്, സാമൂഹിക സുരക്ഷിതത്വത്തിന് ഭീഷണിയായിരുന്ന മദ്യമയക്കാതി വസ്തുക്കളുടെ ഉപയോഗങ്ങളെ മഹാനായ നബി തങ്ങൾ എതിർത്തു. അതിൻ്റെ അടിമകളായിരുന്നു അവർ. എത്രത്തോളം കള്ളു കുടിച്ചാലും മതി വരാത്ത ആളുകൾ, ഞാൻ മരിച്ചാൽ പോലും എൻ്റെ ഖബറിൻ്റെ മുകളിൽ ഒരു മുന്തിരിവള്ളി നിങ്ങൾ നടണമെന്ന് പറഞ്ഞിരുന്നു അന്നത്തെ ആളുകൾ. കാരണം ഞാൻ മരിച്ച് മണ്ണിൽ കിടക്കുമ്പോഴും നിങ്ങൾ അതിൻ്റെ മുകളിൽ നടുന്ന മുന്തിരിവള്ളിയുടെ വേരെൻ്റെ ഖബറിലേക്ക് വരുമ്പോഴെങ്കിലും എനിക്ക് ആ മദ്യത്തിൻ്റെ മധു നുകരാൻ ഒരവസരം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്ന മദ്യാസക്തികളായിരുന്ന ആ സമൂഹത്തെ മഹാനായ നബി തങ്ങൾ മാറ്റിയെടുത്തു. എല്ലാ മസ്താക്കുന്ന കാര്യങ്ങളും, എല്ലാം മനുഷ്യന്റെ ബുദ്ധിയെ മയക്കിക്കളയുന്ന എല്ലാം അത് ഖംറാണ്, കള്ളാണ് എന്നും, കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ മയക്കു വസ്തുക്കളും നിഷിദ്ധമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയും മദ്യത്തെ മുഴുവനും വർജിക്കുകയും അതിനോട് പൂർണ്ണമായ മനസ്സുകൊണ്ട് വിരോധം വെച്ച ഒരു സമൂഹമാക്കി മഹാനായ നബി തങ്ങൾ അവരെ ഉണ്ടായിരുന്ന സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുക്കാൻ അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമൂഹികമായിട്ടുള്ള പരിവർത്തനത്തിന്റെ വിപ്ലവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട വിപ്ലവങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്രകാരം അന്നുണ്ടായിരുന്ന ഏറ്റവും വളരെ മലീമസായ മ്ലേച്ഛമായ ഒരു സ്വഭാവമാണ് വളർന്നു വീഴുന്ന, പ്രസവിച്ചു വീഴുന്ന പെൺകുഞ്ഞുങ്ങളെ ജീവനോടുകൂടെ കുഴിച്ചു മൂടിയിരുന്ന വല്ലാത്തൊരവസ്ഥ, ഒരു ക്രൂരൻ മനോഭാവം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയും ഇടപെട്ടുകൊണ്ട് അവരോട് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊടുത്തു. ലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ്. ദാരിദ്ര്യം ഭയന്നുകൊണ്ട്, മാനഹാനി ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളെ മക്കളെ വധിക്കരുത്. നഹ്നു നർസുഖുഹും വഇയ്യാകും. നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് ഞാനാണ്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. ഈ പിഞ്ചോമനകളെ ഇങ്ങനെ നിങ്ങൾ വധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തെറ്റാണ്, പാതകമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയും ഓരോ പെണ്ണിൻ്റെയും മഹത്വത്തെ ലോകത്തിന് മുമ്പ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും അത് ഉമ്മയാവാം, നിങ്ങളുടെ ഭാര്യയാവാം, നിങ്ങളുടെ പെൺമക്കളാവാം, നിങ്ങളുടെ സഹോദരികളാവാം, അവർക്ക് മഹിതമായ സ്ഥാനമുണ്ട്. അവരെ നിങ്ങൾ ആദരിക്കണം, അവരെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുകയും സ്ത്രീകളുടെ മഹത്വത്തെ മഹാനായ നബി തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. മൻ കാന ലഹു സലാസു ബനാത്. ആർക്കെങ്കിലും 3 പെൺകുട്ടികളുണ്ടായി, ഫസബറ അലൈഹിന്ന. ക്ഷമയോടുകൂടെ അവരെ പോറ്റി വളർത്തി ഭക്ഷണം കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്താൽ അവർ നാളെ ഖിയാമത്ത് നാളിൽ നരകത്തിൽ നിന്നുള്ള ഇവന്റെ സംരക്ഷകരായിരിക്കും ഈ പെൺകുട്ടികൾ എന്ന് മഹാനായ റസൂലുള്ളാഹി. 3 പെൺകുട്ടികളെ വളർത്തിയാൽ, അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്താൽ, നല്ല രൂപത്തിൽ അവരെ വളർത്തി വലുതാക്കിയാൽ ആ പെൺകുട്ടികൾ നാളെ
ഓരോ രക്ഷിതാവിനും നരകത്തിൽ നിന്നുള്ള മോചനം നൽകുന്നവരായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി തൻ്റെ അവസാനത്തെ പ്രഭാഷണത്തിലും ഊന്നി നബി തങ്ങൾ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. ഇസ്തൗസൂ ബിൻ നിസാഇ ഖൈറാ, നിങ്ങൾ സ്ത്രീകളോട് നല്ല രൂപത്തിൽ പെരുമാറണമെന്നാണ്. ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ പെരുമാറണം. കാരണം ആദം അലൈഹിസ്സലാമിൻ്റെ വാരിയലിൽ നിന്നാണ് പെണ്ണിനെ പടച്ചിട്ടുള്ളത്. അതുകൊണ്ട് വളവ് കുറച്ച് കൂടുതലുണ്ടാകും. അതുകൊണ്ട് സ്നേഹത്തോടെ നല്ല രൂപത്തിൽ അവരോട് പെരുമാറുകയും അവർക്ക് നിങ്ങൾ ആദരവ് കൊടുക്കുകയും ചെയ്യണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഈ ലോകത്ത് അടിച്ചമർത്തപ്പെടുന്ന വിഭാഗങ്ങൾക്കും മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്വഭാവ രീതികളെയും സംസ്കാരങ്ങളെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ 23 വർഷക്കാലത്തെ ഇസ്ലാമികമായ ദഅവത്തിലൂടെ പ്രബോധനത്തിലൂടെ മാറ്റിയെടുത്ത് ലോകത്തിന് മഹിത മാതൃക കാണിച്ചു കൊടുത്ത മഹാനാണ് മഹാനായ റസൂലുള്ളാഹി. ആ മഹാനായ നബിയെ കൂടുതൽ പഠിക്കുക, ആ മഹാനായ നബി തങ്ങളുടെ ചര്യകളെ നമ്മൾ അനുധാവനം ചെയ്യുക, ആ മഹാനായ നബി തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ഓരോ ദിവസവും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. അങ്ങനെ മഹാനായ നബിയുടെ മഹബ്ബത്ത് വെക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുസ്ലിമീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.